രശ്മിയുടെ ലൈഫിലൊരു ടേണിംഗ് പോയിന്റ് ആസ് എൻ ബെസ്റ്റ് ആക്ട്രസ് എന്ന് നമ്മളെല്ലാവരും ഇപ്പൊ രശ്മി എന്ന് പറയുമ്പോൾ നല്ലൊരു ആക്ട്രസ് ആണെന്ന് എല്ലാവരും ഈച്ച് ആൻഡ് എവറി മലയാളി പറയുന്നുണ്ട്. ആ ഒരു ടേണിംഗ് പോയിന്റിൽ കിട്ടിയ ക്യാരക്ടർ ഏതാണ്? ഇല്ല, ബെസ്റ്റ് ഇസ് യെറ്റ് ടു കം എന്നേ ഞാൻ പറയുള്ളൂ. പക്ഷെ ഞങ്ങളൊക്കെ കുറെ അംഗീകരിച്ചു കേട്ടോ. എന്ത് നല്ല അതുകൊണ്ട് മാത്രം പോരാ, ബെസ്റ്റ് ഇസ് യെറ്റ് ടു കം. അതെ, നല്ലത്. ദൈവമേ, ദൈവം അനുഗ്രഹിക്കട്ടെ. ഓഫ്കോഴ്സ് ഒരു ആക്ട്രസ് എന്ന് പറയുമ്പോ എപ്പോഴും നമ്മൾ ഇനിയും വേണം എന്നല്ലേ. കാരണം നമ്മളിപ്പം പണ്ട് ചെയ്ത കുറെ സിനിമയൊക്കെ കാണുമ്പോൾ ഞാൻ തന്നെ വിചാരിക്കുന്നുണ്ട്, അയ്യോ ഇതെന്തോ ചെയ്തു വെച്ചിരിക്കുന്നത്, കുറച്ചുകൂടെ നന്നാക്കി ചെയ്തൂടെ എന്ന് തോന്നും. എപ്പോഴാലും ഒരു നല്ല ആക്ട്രസ് അതേ ചിന്തിക്കും. എപ്പോ തോന്നും. അപ്പൊ നമുക്ക് നമ്മളെ ഇങ്ങനെ കുറച്ച് അപ്ഗ്രേഡ് ചെയ്ത് കൊണ്ടുവരാനല്ലേ നമുക്ക് ആഗ്രഹം ഉണ്ടാവുക. രശ്മിക്ക് രണ്ടും ഭയങ്കരമായിട്ട് ചേരും. അതായത് ഒരു വില്ലത്തിയോ അല്ലെങ്കിൽ ഒരു നാത്തൂൻ പോരോ അല്ലെങ്കിൽ പാവം പിടിച്ച ഒരു സ്ത്രീയോ. ഞാൻ എൻ്റെ ഒരു ബ്ലെസ്സിങ് ആയിട്ട് കരുതുന്നത്, ഞാൻ ഒരു ജോണറിലും അവരെ കൊണ്ട് ആർട്ടിസ്റ്റിനെ കൊണ്ട് അത് മാത്രമേ പറ്റൂ എന്നുള്ള സാധനത്തിലേക്ക് വന്നു പെട്ടിട്ടില്ല. ഇപ്പം അതൊരു നെഗറ്റീവ് ക്യാരക്ടർ ആണെങ്കിലും പോസിറ്റീവ് ക്യാരക്ടർ ആണെങ്കിലും ബോൾഡ് ക്യാരക്ടേഴ്സ് ആണെങ്കിലും ഐ ക്യാൻ ഡു എന്ന് പറയുന്ന നമുക്കൊരു വിശ്വാസം ഉണ്ടല്ലോ. സോ അങ്ങനെ ടൈപ്പ് കാസ്റ്റ് ചെയ്യപ്പെട്ടിട്ടില്ല. അതൊരു ബ്ലെസ്സിങ് ആയി തോന്നി. കാരണം ഈ പറയുന്ന പോലെ വീട്ടില് അച്ഛന് എല്ലാ വെള്ളിയാഴ്ചയും ഞങ്ങളുടെ അടുത്തുള്ള തിയേറ്റർ സിനിമ മാറുവാണെങ്കിൽ അച്ഛൻ വിത്ത് ഫാമിലി ഞങ്ങളെ കൊണ്ടുപോകുമായിരുന്നു. സോ ആ ഒരു മാധ്യമത്തോട് നമുക്കൊരു ഇഷ്ടം ഉണ്ടായിരുന്നു. പക്ഷെ അതിലേക്ക് വന്നു ചേരുന്നോ അങ്ങനെയൊന്നും ഉണ്ടായില്ല. ഇറ്റ് ഹാപ്പൻഡ് എന്ന് ഞാൻ പറയും. ആക്സിഡന്റലി.